അഞ്ചംഗ ഫാമിലിക്ക് ഒരു ദിവസത്തെ ഡിന്നർ. അടിപൊളിയല്ലേ? ഓയിലിൽ ഫ്രൈ ചെയ്യാതെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും പൊട്ടറ്റോവും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ആരോഗ്യവാന്മാർക്കും രോഗികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിന്നറാണ്. 1 കിലോ വെയിറ്റുള്ളൊരു കോഴി 6 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ വളർന്നിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതിനായിട്ട് വലിയ 5 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പ്രിപ്പറേഷൻ വഴി പോലെ ഫുൾ വീഡിയോ കാണുക. ഇതിൽ ചേർത്തിട്ടുള്ള മസാലപ്പൊടിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാൻ തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്ത ബാർബിക്യൂ മസാലയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കൻ കഴുകിയും വെള്ളം വാർത്തിയെടുത്ത ശേഷം ഇങ്ങനെ ഓരോ പീസിനും കട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ മുളകൊക്കെ ചേർന്ന് വരാനാണ്. ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ യോഗട്ടും 1 ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. മൂന്ന് ടീസ്പൂൺ ബാർബിക്യൂ മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഹോം മെയ്ഡാണ്. ഉപ്പ് പാകത്തിന്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് 1 കിലോ ചിക്കന്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണേ ചേർത്തുള്ളൂ. ബാർബിക്യൂ മസാലയിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചരച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി മസാലക്കൂട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്യാം. ഓരോ കട്ടിൻ്റെ ഇടയിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. എല്ലാ പീസും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കുക. മസാലയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിലും കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടെ ഉള്ളൂ. ചിക്കൻ ചെയ്ത് മാറ്റി വെച്ച ശേഷം ഞാൻ പൊട്ടറ്റോയുടെ കാര്യം ചെയ്യാൻ പോവുകയാണ്. പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടി ഞാൻ 5 വലിയ പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്ന് മാറ്റേണ്ടതില്ല. നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴുകിയാൽ മതി. ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് 1 കൈ മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും മെൽറ്റ് ചെയ്യണമായിരുന്നു, ഓർക്കാതെ ഇട്ടുപോയി. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുത്തു. പാകത്തിനൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഒട്ടും വൈകാതെ തന്നെ ഫ്രൈ ചെയ്യാനിടണം, ഇല്ലെങ്കിൽ വെള്ളം ഊറി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എയർ ഫ്രയറിലേക്ക് നമ്മുടെ പൊട്ടറ്റോ നിരത്തി കൊടുക്കാം. ഞാനൊരു സിൽവർ ഫോയിൽ അടിയിൽ വിരിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളതായിരിക്കണമെങ്കിൽ ഇതിൽ സിൽവർ ഫോയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടറ്റോയിൽ ചേർത്തിട്ടുള്ള ചീസ് ഓപ്ഷനിലാണ്. പകരം 1 ടീസ്പൂൺ ബട്ടർ ചേർത്താലും മതി. പൊട്ടറ്റോ പീസസ് എയർ ഫ്രയറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ എയർ ഫ്രയറിലേക്ക് ഇടുന്ന ഐറ്റംസിൻ്റെ വെയ്റ്റിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി അത് റീഡിങ് കാണിക്കും. 195ൽ 25 മിനിറ്റ്സാണ് ഇതിൻ്റെ ടൈം. അതൊക്കെ ഷേക്ക് ചെയ്തിടേണ്ട സമയത്ത് അത് മെസ്സേജ് കാണിക്കും. ആ സമയത്ത് നമ്മളൊന്ന് കുലുക്കി അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണം. പൊട്ടറ്റോ ഏതാണ്ട് 1 കിലോ കാണും. അതിനനുസരിച്ചാണ് അതിൻ്റെ ടൈം വരുന്നത്. 25 മിനിറ്റ്സ് കറക്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മാറ്റിയിട്ട് ചിക്കൻ വെക്കണം. പൊട്ടറ്റോ ഫ്രൈ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ചിക്കൻ നിരത്താൻ പോവാണ്. എല്ലാത്തിനും ഇങ്ങനെ ഫോയിൽ വിരിക്കണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഏതായാലും പൊട്ടറ്റോന് വിരിച്ചതേ പേപ്പറിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. സിൽവർ ഫോയിൽ വിരിക്കുന്നത് കൊണ്ട് എയർ ഫ്രയറിൻ്റെ ഉൾവശം നല്ല ക്ലീനായിരിക്കും. ചിക്കൻ പീസസ് മൊത്തം നിരത്തി കൊടുത്തു. ഇനി ഓൺ ചെയ്യണം. നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് 195 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ടൈമായിരിക്കും. ഏതാണ്ട് 15 മിനിറ്റിനടുപ്പിച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്.
ഈ ചിക്കനിൽ തീരെ ഓയിൽ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് ആദ്യം മിക്സ് ചെയ്യുമ്പോൾ, അല്ലാതെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ ട്രേയിലേക്ക്. ഒട്ടും ഓയിൽ ചേർക്കാതെ ഇത്രയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അതാണ് എയർ ഫ്രയറിൻ്റെ ഗുണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രോഗികൾക്കും കഴിക്കാം, ആരോഗ്യമുള്ളവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ചിക്കൻ പീസെല്ലാം തിരിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാം റെഡി ആയിട്ട് വന്നു. ഇനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മൾ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ പീസുകളും റെഡിയായി. കുറച്ച് സവാള കൂടി വലുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഈ ചിക്കൻ മാറ്റിയ ശേഷം ബേക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായാലും പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായാലും 195 ഡിഗ്രിയിൽ 25 മിനിറ്റ്സാണ് എടുത്തത്. ഓയിൽ ചേർക്കാതെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും പൊട്ടറ്റോയും കാണുമ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇതിൻ്റെ ഒരു വലിയ മാജിക് തന്നെയല്ലേ അത്. ഇതിനൊപ്പം കൂട്ടി കഴിക്കാനുള്ള റോട്ടി വാങ്ങിച്ചതാണ്. നമ്മുടെ ഡിന്നറിൻ്റെ റെസിപ്പി സമ്പൂർണ്ണം. നമ്മുടെ സവോളയും ഫ്രൈ ചെയ്തെടുത്തു. സവോളയുടെ കൂടെ ഞാനൊരു ബൾബ് വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പോഴേ ഓയിൽ ഫുഡ് കഴിക്കാൻ പാടില്ലാത്തവർക്ക് പോലും ഈ ഫ്രൈഡ് ചിക്കനും പൊട്ടറ്റോ ഫ്രൈയും എല്ലാം കഴിക്കാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പി റെഡി. ഈ ഓയിൽ ഫ്രീ ഫുഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.